ഹലോ, അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഗുഡ് മോർണിംഗ്. ഇത് രാവിലെ 4 മണിയായപ്പോൾ ഈസ്റ്ററിൻ്റെ അന്നത്തെ കിടന്നിട്ട് ഉറക്കം വന്നില്ലടാ. ചൂടെടുത്തിട്ട് നിങ്ങൾക്കൊക്കെ ചൂടെങ്ങനെയാ? ഭയങ്കര ബുദ്ധിമുട്ടാണോ അല്ലെങ്കിൽ കുഴപ്പമില്ലേ? ഭയങ്കര ചൂടാണ് കേട്ടോ. നാട്ടിൻപുറത്തൊക്കെ ആണെങ്കിൽ പിന്നെ കുറച്ചുകൂടി കുറവുണ്ടാവും, മരങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇവിടെ എറണാകുളം ഭാഗത്ത് മരങ്ങളൊക്കെ കുറവാണ്. ചായക്ക് വെള്ളം വെച്ച് ചായ തിളച്ചു വന്നെ. പഞ്ചസാര കുറവായിരുന്നു, മറന്നുപോയി മേടിക്കാൻ. സ്റ്റോക്ക് ചെയ്ത് വെക്കണതാണ്, മറന്നുപോയി. ആദ്യം എന്നിട്ട് നമ്മളെ പല്ലൊക്കെ തേച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് പിന്നെ ചായ വെച്ച്. മധുരം അത് വേണ്ട, വണ്ണം കുറക്കാൻ ശ്രമിക്കുന്നതുകൊണ്ട് മധുരം കുറവ്. ഒന്നാക്ക കുളുക്കണേണ് രാവിലെ. മധുരം അധികം വേണ്ട. പിന്നെ ഇന്നലത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു, അത് ചൂടാക്കാൻ വേണ്ടി വെച്ച്. ചൂടാക്കാനല്ല, തിളപ്പിക്കാം, അല്ലെങ്കിൽ ചീത്തയായി പോയില്ല. ഇപ്പം നല്ലോണം തിളപ്പിക്കണമായിരുന്നു. അത് തിളച്ചു വന്ന് അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച്. ഇൻഡക്ഷൻ കുക്കറിലായതുകൊണ്ട് ഭയങ്കര പണിയാണ് കേട്ടോ. ഗ്യാസില്ലല്ലോ. ചിലപ്പോൾ നാളെ വരുമായിരിക്കും, തിങ്കളാഴ്ച. നോമ്പ് 18 തീർന്നതാണ്, ഓർമ്മയില്ല. പിന്നെ അതൊക്കെ മൂടി വെച്ചിട്ട് പിന്നെ ഗോതമ്പ് പുട്ടാണ് ഉണ്ടാക്കണം. പുട്ട് നനക്കാനായിട്ട് വെള്ളം അടുപ്പത്ത് വെച്ച്. ഞാനിവിടെ പാർക്കിലിരുന്നാണ് വോയിസ് ഓവർ കൊടുക്കണം. അതാണ് കലപില സൗണ്ടൊക്കെ. ആൾക്കാർ ജോഗിങ്ങിനും പിന്നെ പിള്ളേർ പാർക്കിലൊക്കെ വന്നിട്ടുണ്ട്, സൈക്കിളും അങ്ങനെയായിട്ട്. നല്ല രസമാണ്, നല്ല മൂടാണ്, കാറ്റ്, നല്ല വൈബാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ വെള്ളമൊക്കെ തിളച്ച് വന്നപ്പോഴത്തേക്കും ഗോതമ്പൊടിയൊക്കെ എടുത്തിട്ട് ആ വെള്ളത്തിൽ ഇച്ചിരി ഉപ്പിട്ടായിരുന്നു കേട്ടോ. പൊടിയിൽ ഇങ്ങനെ ഇടുമ്പോൾ ഇടയ്ക്ക് കടിക്കും. എനിക്ക് കറക്റ്റായിട്ട് കിട്ടാറില്ല, നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടുമോ എന്ന് എനിക്കറിയില്ല. കിട്ടുന്നവരുണ്ടെങ്കിൽ പറയണേ. നനക്കണേൻ്റെ ഇടയിൽ പൊടി ഇച്ചിരിയോടെ വരും. പിന്നെ അതൊക്കെ തുടച്ച് ഇത് എനിക്ക് ഇച്ചിരി പണിയാണ്. കട്ടായിട്ട് ഞാൻ ആദ്യമൊക്കെ ഇതല്ലാതെ വേറെ ടൈപ്പിലും നനക്കൂട്ടാ. അപ്പോൾ ചോറ് ഇരിപ്പുണ്ടായില്ല. ചോറ് ഇട്ടിട്ട് മിക്സിയിൽ ഞാൻ ഒരു പ്രാവശ്യം കാണിച്ചു തരാം. ഇപ്പോൾ 2 കപ്പ് അല്ല, മിക്സിയുടെ ഒരു 1/4 ഭാഗം വരെ പൊടിയിട്ടിട്ട് ഒരു കുഞ്ഞു കയ്യിൽ ചോറും ഉപ്പിട്ടിട്ട് ബാക്കിലേക്ക് ഇങ്ങനെ 10 പ്രാവശ്യം മിക്സിയുടെ ജാറിലിട്ടിട്ട് ബാക്കിലേക്ക് 10 പ്രാവശ്യം ഇങ്ങനെ അടിച്ചെടുത്താൽ ക്ർ അങ്ങനെ അടിച്ചെടുത്താൽ റെഡിയാവും കേട്ടോ. അങ്ങനെ ചെയ്യാം. അപ്പം എൻ്റെ അടുത്ത് ചോറുണ്ടായില്ല. പിന്നെ കുക്കറൊക്കെ അടുപ്പത്ത് വെച്ച് കുക്കറിനായി വന്നപ്പോഴത്തേക്കും പുട്ട് ചിരട്ടപ്പുട്ടായിട്ട് ചൂടാൻ പറ്റുള്ളൂ കേട്ടോ, മറ്റത് വെക്കാൻ പറ്റില്ല. അത് മാത്രമല്ല എൻ്റെത് പോയടാ, അത് ആവി വന്നിട്ടുണ്ടോയെന്ന് നോക്കണേണ്. അതിൻ്റെ ഹോള് കറക്റ്റായിട്ട് വെച്ചില്ലെങ്കിൽ ആവി കയറില്ല, പുട്ട് ചാടിയുമ്പോൾ. പിന്നെ കുറച്ച് ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നാക്കാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇഞ്ചിയും വെളുത്തുള്ളിയും സെപ്പറേറ്റ് വെള്ളത്തിലിട്ട്, പിന്നെ ചുവന്നുള്ളി സവാള ഉണ്ടായിരുന്നു, അതും വെള്ളത്തിൽ ഇട്ട് വെച്ച് അതിടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് കാണിക്കണം. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഷോർട്സ് ഇട്ടില്ലായിരുന്നോ, ചായ മാറ്റാമെന്നും പറഞ്ഞേ. കബോർഡിനും അടിച്ച് പിന്നെ ജനലിനും അടിച്ചിട്ട് ഉണ്ട്. ഒരു കോട്ട അടിച്ചുള്ളൂ ജനലിന്. അതിന് വഴിയെ കാണിക്കാം കേട്ടോ. അതിപ്പോൾ നമ്മുടെ വെള്ളിയാഴ്ച ദുഃഖുള്ളിയുടെ എന്നായതുകൊണ്ട് വേസ്റ്റുകാർ വന്നില്ല, വേസ്റ്റ് എടുക്കുന്ന ചേച്ചി. പിന്നെ ശനിയാഴ്ച വരില്ല, ഞായറാഴ്ചയും വരില്ല. ഇനിയിപ്പോൾ നാളെ വരുള്ളൂ. അത്രയും വേസ്റ്റ് ഇങ്ങനെ ഇരിക്കുക. അത് ബുദ്ധിമുട്ടാണ് വേസ്റ്റ് കളയാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലും കൂടി ആക്കി വെച്ച്. അപ്പോൾ വെള്ളത്തിലിട്ടതൊക്കെ അങ്ങനെ അവിടെ വെച്ച് പൊട്ടിങ്ങനെ ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കണമായിട്ടാ.
അപ്പോൾ അത് കഴിഞ്ഞു, അതെടുത്ത് വെച്ചു. എനിക്ക് ഈ ഒരാളോട് സംസാരിക്കാനായിട്ട് ഭയങ്കര ഇതാണ്. കലപിലാന്ന് കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെ ഇങ്ങനെ ഞാൻ സംസാരിക്കും. പക്ഷേ എനിക്കിപ്പോൾ യൂട്യൂബിൽ ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കാൻ ഭയങ്കര മടി. എന്ത് പറയും, എങ്ങനെ പറയും എന്നൊന്നും അറിഞ്ഞുകൂടാ കേട്ടോ. ഇതൊക്കെ എനിക്ക് ക്ഷമിക്കണേ. ഞാൻ വിട്ടു നനച്ച പാത്രമൊക്കെ ഉണ്ടാകാൻ കഴുകി വെക്കുക. അപ്പോൾ തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ ഇത് കഴിഞ്ഞിട്ടാണ് എനിക്കൊന്ന് കിടക്കാനേ. ഞാൻ കഴുകി വെച്ചിട്ട് കിടന്ന സമാധാനമായി. അപ്പോൾ ഞാൻ പുറത്ത് തുണി കഴുകാനായിട്ടുണ്ട് കേട്ടോ. തുണിയും കഴുകി ഉണങ്ങി വരുമ്പോൾ ഒന്ന് വിരിച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. അത് ഞാൻ എടുത്തില്ല, ഇട്ടാണ്. എല്ലാവരും ഈസ്റ്ററൊക്കെ അടിച്ച് പൊളിച്ചാ. എല്ലാവർക്കും എൻ്റെ ഈസ്റ്റർ ദിനാശംസകൾ കേട്ടോ. ഇത് ഞാൻ കുക്കറിലാണ് അരി വെക്കണം. ഞാനിപ്പോൾ 2 പാത്രം ചെറിയ നാഴിയില്ലേ, ഞങ്ങളിവിടെ നാഴിയെന്നാണ് പറയണം. ആ ചെറിയ നാഴിയിൽ 2 നാഴി അരി കഴുകിയിട്ട് കുക്കറിൽ ഒരുവിധം പകുതി വരെ വെള്ളം വെക്കും. എന്നിട്ട് അരിയും കൂടി കഴുകിയിട്ട് ഇച്ചിരി ഉപ്പിട്ട് ഇളക്കി 3 വിസിലടിപ്പിച്ചെടുക്കും. എന്നിട്ട് ആ വിസിൽ വിട്ട് ചൂടൊക്കെ ആറി വരുമല്ലോ. അപ്പോൾ വേറൊരു കലത്തിലോട്ട് കുക്കറിൻ്റെ ഉള്ളിൽ വെള്ളം ഒഴിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ പറ്റി പിടിച്ചിട്ടുള്ളതൊക്കെ പോരും. എന്നിട്ട് ആ കലത്തിലേക്ക് അതൊഴിച്ച് വടിക്കലം എന്തെന്ന് നിങ്ങളുടെ അവിടെയൊക്കെ പറയാം, വാർക്കണം എന്ന്. നമ്മുടെ ഇവിടെ വടിക്കണം എന്ന് പറയും, എറണാകുളം. എല്ലാവരും എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ വടിക്കണം എന്നാണ് പറയാം. അതിലോട്ട് വെച്ച് വടിച്ച് ഊറ്റിയെടുക്കും. അങ്ങനെയാണ് ഇപ്പോൾ ഗ്യാസ് ഇല്ലാത്ത സമയത്ത് ഞാൻ ചെയ്യണ പരിപാടി. അതിനിടയിൽ വെള്ളം കുടിക്കണ്ടേ. എല്ലാവരും നല്ലോണം വെള്ളം കുടിക്കണം കേട്ടോ, അല്ലെങ്കിൽ 8ൻ്റെ അല്ല 16ൻ്റെ പണി കിട്ടും. ചൂടല്ലേ, അങ്ങനത്തെ ചൂടാ. അപ്പോൾ നമുക്ക് പിടിച്ച് നിൽക്കണമെങ്കിൽ വെള്ളം കൂടിയേ തീരും. പിന്നെ അതിൻ്റെ ഇടയിൽ ഒന്ന് തൂത്ത് വാരിയിട്ടുണ്ടായിരുന്നു. മക്കളാരും എഴുന്നേറ്റില്ല. ഹസ്ബൻഡ് രാവിലെ പോയിട്ട് ഇച്ചിരി വൈകി പോയാൽ മതിയായിരുന്നു. കട കുറവാണ്, ഡ്രൈവറാണ്, സപ്ലൈ ആണ് കേട്ടോ. ഇങ്ങനെ ഓരോ മിൽമ പ്രൊഡക്ട്സിൻ്റെ ഒക്കെ സപ്ലൈ ആണ്. അപ്പോൾ ഓട്ടോയിൽ ഓടും. അപ്പോൾ അത് വൈകിപ്പോയാൽ മതിയായിരുന്നു രജിസ്റ്റർ ആയതുകൊണ്ട്. പിന്നെ ഞാൻ നല്ല തൂത്തുവാരി തുടക്കുകയൊക്കെ ചെയ്തിട്ട് പിന്നെ ഞാൻ അടുക്കള മറ്റേ വർക്കിംഗ് കിച്ചണിൻ്റെ അവിടെ കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. കുഞ്ഞു ചെടികൾ. പൂക്കളുള്ളതൊന്നും വെക്കാൻ പറ്റില്ലടാ, എന്നുവെച്ചാൽ വെയിൽ കുറവാണ്, സൺഷെയ്ഡ് ഉള്ളതുകൊണ്ട്. അല്ലെങ്കിൽ ഈ ബാൽക്കണിയിലൊക്കെ വെക്കണ പോലെ പറ്റിയാണ്. ചെറിയൊരു സ്പേസാണ്. വർക്കിംഗ് കിച്ചണിനൊന്നും പറയാൻ പറ്റില്ല. ഞാൻ ചെറിയൊരു സ്റ്റാൻഡേർഡ് ടേബിൾ പോലത്തെ കുഞ്ഞു ടീപ്പ് പോലത്തെ ഒരു സംഭവം ഇവിടെ ഇട്ടിട്ടുണ്ട്, മിക്സിയൊക്കെ വെക്കാൻ. പിന്നെ പാത്രം സ്റ്റാൻഡൊക്കെ ആദ്യം ഞാൻ വലിയ കിച്ചണിൽ കണ്ടിട്ടുണ്ടാവും. പിന്നെ അവിടെ ആണിയൊക്കെ അടിച്ച് അല്ലറ എനിക്ക് പറ്റണ പോലെയൊക്കെ നോറവും നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങളൊക്കെ തൂക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കും. അധികം ഒഴിച്ചാൽ ആ പാത്രത്തിലോട്ടൊക്കെ വീണ് വൃത്തികേടും ആവും, പെട്ടെന്ന് ചീഞ്ഞും പോവും. ഉള്ളിൽ വെക്കണ ടൈപ്പ് CC പ്ലാന്റും പിന്നെ മറ്റേ സിങ്കോണിയം, പിന്നെ എന്തുട്ടാ മണി പ്ലാന്റ് നീളം വെച്ചിട്ടുണ്ട്. അതാണ് ഞാൻ പൊക്കി കാണിച്ചത്. പിന്നെ അതിൻ്റെ ലീഫിലൊക്കെ ഞങ്ങൾ ഒഴിച്ചു കൊടുത്തേ. ഇങ്ങനെ തൂക്കൊക്കെ നല്ല രസമല്ലേ. ഞാൻ മറ്റേ ലക്ഷ്മി ജോൺ പറഞ്ഞ് ഒരു ലെക്ചററില്ലേ, കോളേജ് ലെക്ചറർ, പുള്ളിക്കാരത്തിൻ്റെ വീഡിയോ കാണും കേട്ടോ. അവരുടെ വീഡിയോയിൽ ഇങ്ങനെ സ്റ്റെയറിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ തൂങ്ങി കിടക്കണം, നല്ല രസമാണ്. പിന്നെ ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് വന്ന് കുക്കറിലുണ്ടായിരുന്ന ചോറ് തണുത്തിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് വെള്ളം ഒഴിച്ച് കലത്തിലേക്കാക്കി ഒന്ന് വടിച്ചിടുന്നതാണ്. ചൂടൊന്നുമില്ല കേട്ടോ. അതിൻ്റെ ഇടയിൽ രണ്ടാമത്തെ ആൾ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. എനിക്ക് 3 മക്കളാണ്. ഷുഡു, ഷെഹസിൻ്റെ പേര് ഞങ്ങൾ ഷുഡു എന്നാണ് വിളിക്കുക. എല്ലാവരും കളിയാക്കും, ഷുഡു എന്ന് വിളിക്കണം. അവൻ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. നമ്മൾ പല്ലിയൊക്കെ ഇട്ട് കുളിക്കട്ടെ, സമയമുണ്ട്, മദ്രസ പോകണ്ട്, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ. അപ്പോൾ ഇത് 7:50 ആയിട്ടുണ്ട്. ക്ലോക്കിൽ കാണാമല്ലോ. 7:50 ആയിട്ടുണ്ട്. അപ്പോൾ താല കാണാനില്ല. നിങ്ങളുടെ അവിടെ എന്തെന്നാ പറയണ? നമ്മൾ താലേന്നാ എന്താ പറയുക, മൂടിയെന്നും പറയും. കൂടുതലും ഞങ്ങൾ എൻ്റെ വീടിൻ്റെ ഏരിയയിലേക്കൊക്കെ താലേന്ന് എന്താ പറയുക, എൻ്റെ ഉമ്മച്ചിയൊക്കെ പറഞ്ഞ മൂടിയെന്ന് പറയും.
അത് കിട്ടിയില്ലായിരുന്നു, അതെടുത്ത് വെച്ച് പഠിച്ച് വെച്ച്. പിന്നെ അതേ പുട്ടും ചിക്കൻ കറി അവർ മദ്രസയിൽ പോകാൻ വേണ്ടി എഴുന്നേറ്റ് റെഡിയായി. അവരുടെ യൂണിഫോം ആണ് കേട്ടോ, വെള്ളയും കറുപ്പും. അതൊക്കെ ഇട്ട് വന്ന് റെഡിയായി ഫുഡ് കഴിക്കണേണ് കേട്ടോ. ഇപ്പം ടി വി അടിച്ചു പോയി, അതിൻ്റെ കഥകൾ പറയണം. മോട്ടൂനെയും പട്ടൂനെയും കാണാൻ പറ്റിയില്ല ഇന്ന്. ആപ്പിച്ച് വരുമ്പോൾ ടി വി ശരിയാക്കണം എന്നൊക്കെ കഥയൊക്കെ പറഞ്ഞിരിക്കണേണ്. ഫോൺ തരുമോ എന്നൊക്കെ എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കണേണ്. അപ്പം ഞാൻ പറഞ്ഞ ഫോൺ തരൂല. അതാണ് എൻ്റെ വീഡിയോസൊക്കെ ഇപ്പോൾ കുറവ് സ്കൂൾ പൂട്ടിയപ്പോൾ. സ്കൂള് തുറന്നേ പിന്നെ സ്കൂൾ അടച്ചേ പിന്നെ എനിക്ക് ഫോൺ അങ്ങനെ കിട്ടലില്ല. ഈ ടി വിയും കംപ്ലൈൻ്റ് ആയതുകൊണ്ട് അപ്പോൾ പിള്ളേരെപ്പോഴും ഇങ്ങനെ ഇരിക്കണ്ടല്ലോ, അന്നോത്ത് കൊടുക്കും. പിന്നെ അതേ ചെരുപ്പൊക്കെ ഇട്ട് അസ്സലാമലൈക്കും ഒക്കെ പറഞ്ഞ് പോകണതാണ്. സലാമൊക്കെ വീട്ടി അവർ മദ്രസയിലേക്ക് പോയേ. അത് കഴിഞ്ഞ് ഇപ്പോൾ ഇത് വൈകുന്നേരമാണേ. നമ്മളിവിടെ അടുത്തൊരു ഗ്രൗണ്ട് ഉണ്ട്, ആ ഗ്രൗണ്ടിൽ കൊണ്ടുപോകാന്നോർത്ത് വന്നതാണ്. ഞാനും മക്കളും മാത്രം. നടക്കാനുള്ള ദൂരം അവിടെ ഐ ലവ് കൊച്ചി എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ സൂംബ ആഴ്ചയിലൊരു ദിവസം, പിന്നെ കരാട്ടെ, കുട്ടികളുടെ കരാട്ടെ, സൂംബ ഡാൻസ്, പിന്നെ യോഗ ആഴ്ചയിൽ ഓരോ ദിവസത്തെ. സൂര്യൻ അസ്തമിക്കാറായിട്ട് നിൽക്കണമല്ല, നല്ല രസമില്ലേ? നല്ല മൂടാണ് ഇവിടെ വന്നിരിക്കാൻ, നല്ല കാറ്റൊക്കെ ഉണ്ട്. നമുക്ക് എല്ലാവർക്കും ഇരിക്കാനുള്ള സൗകര്യം, ജോഗിങ് ചെയ്യാൻ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. പിള്ളേരുടെ പാർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ചെറിയ ചെറിയ സെറ്റപ്പ്, എന്നാലും നല്ല മൂടാൻ വന്നിരിക്കാൻ, കാറ്റൊക്കെ ഉണ്ട്, നല്ല കാറ്റുണ്ട്. ഇവിടെ കൂടുതലും നമ്മുടെ അന്യസംസ്ഥാന തൊഴിലാളികൾ ഇവിടെ വന്ന് സെറ്റിലായേക്കണവരാണ് കേട്ടോ. ഹിന്ദിക്കാർ, പിന്നെ ചൈനയുടെ മുകളിലുള്ളവരൊക്കെ ഉണ്ട്. നല്ല കാറ്റുണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. നല്ല മേഘമൊക്കെ നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ സപ്പോർട്ട് ചെയ്യണം. ഏത് ചാനലാണ്, എല്ലാവരും വിജയിപ്പിക്കണം. നല്ല കാറ്റാണ് കേട്ടോ. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ.